രാജസ്ഥാനിൽ അതിശക്തമായ ഉഷ്ണതരംഗം, ബംഗാളിൽ ചുഴലിക്കാറ്റ്, കേരളത്തിൽ പെരുമഴ, ലക്ഷദ്വീപിൽ ഭൂചലനം. ആഗോളതാപനവും പ്രകൃതി ദുരന്തങ്ങളും അരങ്ങ് തകർക്കുമ്പോൾ ശാന്തമായൊരു ജീവിതം ഇന്ത്യൻ ജനതയ്ക്ക് അന്യമാവുകയാണോ? കിഴക്ക് ബംഗാളിനെ വിറപ്പിച്ച റിമൽ ചുഴലിക്കാറ്റ് കരകയറി. മണിക്കൂറിൽ 120 കിലോമീറ്റർ വരെ വേഗത്തിലാണ് വീശിയടിച്ചത്. തീരപ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ചത് 1 ലക്ഷത്തിലേറെ പേരെ. നിരവധി മരണം. കനത്ത മഴ മുന്നറിയിപ്പിൽ സമീപ സംസ്ഥാനമായ അസമിലും ജാഗ്രത തുടരുകയാണ്. അതേസമയം കടുത്ത ചൂടിന്റെ പിടിയിലാണ് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയും മധ്യ ഇന്ത്യയും. പടിഞ്ഞാറൻ ഹിമാലയ മേഖല, കിഴക്കൻ മധ്യപ്രദേശ്, വിദർഭ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ കുറച്ചു ദിവസം കൂടി ഉഷ്ണതരംഗത്തിന് മാറ്റമുണ്ടാകില്ല. നിലവിൽ രാജസ്ഥാനും ഡൽഹിയും കഠിനമായ ഉഷ്ണതരംഗത്തിന്റെ പിടിയിലാണ്. जो आंखों पे प्रभाव पड़ रहा है, बहुत ज्यादा आंखें खोल ही नहीं सकते। नोएडा में बहुत गर्मी है, इस गांव में बहुत ज्यादा गर्मी नहीं है. പഞ്ചാബിലും യുപിയിലും ഹിമാചലിലും കൊടും ചൂട് രേഖപ്പെടുത്തി. ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ മെയ് പകുതിയോടെ ഉഷ്ണതരംഗമെത്തി. പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ഫലോഡിയിൽ ഞായറാഴ്ച രേഖപ്പെടുത്തിയത് 49.8 ഡിഗ്രി ചൂടാണ്. അടുത്ത 5 ദിവസവും സ്ഥിതിയിൽ വലിയ മാറ്റമുണ്ടാകില്ല. കൊടും ചൂടിനറുതിയാകാൻ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എത്തണം. എന്നാൽ കേരളത്തിൽ കരകയറുന്ന കാലവർഷം ഉത്തരേന്ത്യയിൽ വ്യാപിക്കാൻ 1 മാസം കൂടി കാത്തിരിക്കണം. ജൂൺ 30ഓടെ ഡൽഹിയിൽ മൺസൂൺ എത്തും. കാലവർഷം സംബന്ധിച്ച കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും കേരളം കനത്ത മഴയുടെ പിടിയിലാണ്. ഇപ്പോൾ പെയ്യുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണാണെന്ന് വിദഗ്ധർ തന്നെ സൂചിപ്പിക്കുന്നു. തെക്കു പടിഞ്ഞാറൻ കാലവർഷക്കാറ്റ് മഡഗാസ്കർ സമീപത്ത് നിന്ന് വളഞ്ഞ് കേരളം വഴിയാണ് കടന്നു പോകുന്നത്. ബംഗ്ലാദേശിൽ കരകയറിയ റിമാൽ ചുഴലിക്കാറ്റാണ് ഇതിനെ വലിച്ചെടുക്കുന്നത്. കേരളത്തിന്റെ അന്തരീക്ഷം ചൂടിനെ മറന്ന് കൂടുതൽ തണുപ്പിലേക്ക് നീങ്ങുകയാണ്. കാലവർഷത്തിന്റെ ഭാഗമായുള്ള മഴയ്ക്ക് തണുപ്പുണ്ടാകും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ പ്രവചനമനുസരിച്ച് രാജ്യത്താകമാനം ഇക്കുറി കൂടുതൽ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെ നീളുന്നതാണ് കാലവർഷക്കാലം. സംസ്ഥാനത്ത് ജൂൺ മാസത്തിൽ തൃശ്ശൂരിന് തെക്കോട്ടും പിന്നീട് വടക്കോട്ടുമാണ് മഴ കൂടുക. മൺസൂൺ വിൻഷിഫ്റ്റ് എന്ന പ്രതിഭാസം കാരണം കഴിഞ്ഞ വർഷം വേഗത്തിൽ മഴ തെക്ക് നിന്നും വടക്കോട്ട് വ്യാപിച്ചിരുന്നു. ഇക്കുറി വ്യത്യസ്തമായ മഴക്കാലമാകുമെന്ന് സ്വകാര്യ ഏജൻസികളും പ്രവചിക്കുന്നു. ഇത്തവണ കാറ്റടിച്ചു കയറുന്നത് കൊങ്കൺ, കർണാടക മേഖലയിലേക്കാണ്. മുംബൈ ഉൾപ്പെടെയുള്ള മേഖലയിൽ പ്രളയസമാനമായ സാഹചര്യമുണ്ടാകാം. കേരളത്തിനൊപ്പം ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലും കനത്ത മഴയുണ്ടാകും. അറബിക്കടൽ 32 ഡിഗ്രി വരെ ചൂടുപിടിച്ച് കിടക്കുകയായിരുന്നു. കടൽ താപനില സാധാരണയേക്കാൾ കൂടുന്നത് കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ്. ന്യൂനമർദ്ദം, ചക്രവാത ചുഴി പോലെയുള്ള വാക്കുകൾക്കൊപ്പം മാഡൻ ജൂലിയൻ ഓസിലേഷൻ, എൽനിനോ, ലാനിനോ, കെൽവിൻ വേവ് തുടങ്ങിയ കാലാവസ്ഥാ സംബന്ധിയായ ആഗോള പ്രതിഭാസങ്ങളും പദങ്ങളും മലയാളി മനസ്സിലുറപ്പിച്ച കാലമാണിത്. മാറിയ കാലാവസ്ഥയ്ക്കും കാലവർഷത്തിനുമൊപ്പം കരുതലോടെ ജീവിക്കാൻ മലയാളി ശീലിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു.